നോബഡി തീരെ സിനിമയായിരുന്നു. കൊറോണ സമയത്ത് എങ്ങനെ കണ്ടേന്ന് തോന്നുന്നു. ഏതായാലും ഫസ്റ്റ് പാർട്ടിന്റെ ആ ഒരു ലെവൽ എത്തിയില്ലേ പോലും സെക്കൻഡ് പാർട്ട് കണ്ടിരിക്കാം. നോബഡി 2 1.5 മണിക്കൂർ ബോർ അടിപ്പിക്കില്ല. ഫസ്റ്റ് പാർട്ടിലെ സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ് സെക്കൻഡ് പാർട്ടിലും അവരുടെ സെയിം റോൾസ് റിപ്രൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് പാർട്ടിനേക്കാൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ലവബിൾ ആക്കിയിട്ടുണ്ട് ചില ക്യാരക്ടേഴ്സ്. എസ്പെഷ്യലി അച്ഛന്റെ വൈഫിന്റെ ക്യാരക്ടർ ഫസ്റ്റ് പാർട്ടിനെക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് കൂടുതലായിരുന്നു. അതേപോലെ തന്നെയാണ് ഈച്ച് ആൻഡ് എവരി ഫാമിലി മെമ്പേഴ്സിന്റെയും. പിന്നെ ഹച്ചിന്റെ ഫാദർ ഫസ്റ്റ് പാർട്ടിൽ ക്ലൈമാക്സിൽ ഒരു പക്ക ഷോ സ്റ്റീലറായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ മാറി സ്വാഗ കൊണ്ടുവന്ന് ഒരു രസം തന്നെയായിരുന്നു. പിന്നെ ഹച്ചിന്റെ ബ്രദർ ക്യാരക്ടർ ഒരു പുതിയ ക്യാരക്ടറാണ്. ആളും ചില മൊമെന്റ്സിൽ ആ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഇതിലെ വില്ലൻ ക്യാരക്ടറാണ്. ഭയങ്കര ബിൽഡപ്പാ, ഒടുക്കത്തെ ബിൽഡപ്പാണ് കൊടുത്തിരിക്കുന്നത്, ഇജാതി ബിൽഡപ്പ്. പക്ഷെ ക്ലൈമാക്സിൽ ഒരു കൊതുവിനെ കൊല്ലുന്ന പോലെ സിമ്പിളായിട്ട് കൊന്നു തീർക്കുക. അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ഫാക്ടർ ആയിട്ട് തന്നെ തോന്നിയായിരുന്നു. എനിക്ക് വേറൊരു പ്രശ്നം തോന്നിയത് ഇൻട്രസ്റ്റിംഗ് സൂപ്പർ ആക്കായിരുന്നു, പക്ഷെ എവിടെയൊക്കെയോ ഒരു ഡിമാൻഡ് ചെയ്യാത്ത സീക്വൽ എന്ന രീതിയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ക്ലൈമാക്സ് ആണെങ്കിലും ഭയങ്കര പ്ലാനിങ് ഭയങ്കര എക്സിക്യൂഷനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഒരു രീതിയിൽ ഒരു പഞ്ച് ഫീൽ ചെയ്യില്ല. പിന്നെ എൻഗേജിങ് ഫാക്ടർ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ക്യാരക്ടേഴ്സ്, ആ ഒരു ഫാമിലിയിലെ ക്യാരക്ടേഴ്സിനെ ഭയങ്കര രസകരമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്കൊരു ഡെപ്ത് ഫീൽ ചെയ്യും. പിന്നെ ഇതിൽ ആക്ഷൻ സീക്വൻസസ് ടോപ്പ് നോച്ച് ആയിരുന്നു. അടിപൊളി ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് സീക്വൻസസ് നമുക്ക് ആ ഒരു പഞ്ച് ഫീൽ ചെയ്യും. സിനിമാറ്റോഗ്രാഫർ നല്ല പണി ചെയ്തിരിക്കുന്നത്. ചില ഷോട്ട്സ് ഒക്കെ ഒരു ഫൺ രസകരമായ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഒരു കിഡിലൻ പടത്തിന്റെ ഒരു ഒക്കെ സീക്വൽ ആണ് നോബഡി 2.